മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ, തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളി പൂങ്കുയിലേ. മുത്ത് റസൂലിന്റെ റൗള ഷരീഫ് കിളിയെ നീ കണ്ടോ, മുത്തക്കിങ്ങൾ മുത്തും അജറുൽ അസ്വദ് കുയിലെ നീ കണ്ടോ. മുത്ത് റസൂലിന്റെ റൗള ഷരീഫ് കിളിയെ നീ കണ്ടോ, മുത്തക്കിങ്ങൾ മുത്തും അജറുൽ അസ്വദ് കുയിലെ നീ കണ്ടോ. സഫയും മറുവയും മലകൾക്കിടയിൽ പാറിപ്പാറന്നു, സംസം കിണറിലെ വെള്ളം ചുണ്ടൻ കൊത്തിക്കൂടിച്ചു. തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ, തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളി പൂങ്കുയിലേ. തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ, തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളി പൂങ്കുയിലേ. പുത്ത് ബിലാലിന്റെ അബാങ്കൊലി ഇന്നും കിളിയെ നീ കേട്ടോ, ബദറും മുഹദും ചൊല്ലും വീരം കഥകൾ നീ കേട്ടോ. പുത്ത് ബിലാലിന്റെ അബാങ്കൊലി ഇന്നും കിളിയെ നീ കേട്ടോ, ബദറും മുഹദും ചൊല്ലും വീരം കഥകൾ നീ കേട്ടോ. അബൂബക്കറും ഉസ്മാൻ അലിയാരുടെ ചരിതം നീ കേട്ടോ, അബൂജഹൽ ഉഖബത്തും ഷഹീബത്തും പതനം കിളിയെ നീ കേട്ടോ. തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ, തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളി പൂങ്കുയിലേ. തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ, തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളി പൂങ്കുയിലേ. ഗസൽ പാടും പുള്ളി കുയിലേ, ഇഷമൂളും കുഞ്ഞി കിളിയെ, തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ, തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളി പൂങ്കുയിലേ. തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ, തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളി പൂങ്കുയിലേ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, നല്ല വളരെ മനോഹരമായ ഒരു പാട്ട്. പ്രത്യേകിച്ച് പുതിയ പാട്ടുകളൊക്കെ കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ശ്രമിച്ചിട്ടാണ്, ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഈ പാട്ടുകളൊക്കെ പഠിക്കുന്നത്. കാരണം ആർക്കും പാടാൻ പറ്റുന്ന പാട്ടുകളല്ല, വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ഗസൽ പാടും പുള്ളി കുയിലേ, വളരെ നല്ലൊരു പാട്ടാണ്. എല്ലാവർക്കും അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സോങ് വളരെ മനോഹരമായി പാടി. ശുക്രൻ, ജസാക്കുമുല്ലാഹുൽ ഖൈർ. എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇനി ആരാ ഉള്ളത്? മലപ്പുറം ഐഡിയിൽ ആരാ ഉള്ളത്? ഓക്കെ, ഇൻഷാല്ലാ നെക്സ്റ്റ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എന്റെ പേര് മുഹമ്മദ് യാസിൻ. ഞാൻ പഠിക്കുന്ന LKG ഫീലാണ്. ഞാൻ ഒരു പാട്ട് പാടാം. സലാത്തുള്ള സലാമുള്ള അലാ ത്വാഹ റസൂലുള്ളാ, സലാത്തുള്ള സലാമുള്ള അലാ യാസീൻ ഹബീബുല്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ.
ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലം സല്ലി അലൈഹി വസല്ലം അറബി സല്ലി അലൈഹി വസല്ലം ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു അഹദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. മുഹമ്മദ് യാസീൻ അല്ലേ പേര് പറഞ്ഞ്? പാടുക മാത്രമല്ല പറയുകയും ചെയ്തു, ഓതുകയും ചെയ്തു, സലാത്ത് ചൊല്ലി, എന്തൊക്കെയാ ചെയ്തത്? മാഷാ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്തു അല്ലേ? അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഒരു പാട്ട് ഒരു 4 വരി അല്ലെങ്കിൽ ഒരു 8 വരിയെങ്കിലും ബാബ കേൾക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലേ? ഒരു 4 വരി അല്ലെ ഒരു 8 വരി പാട്ട്, വേറൊരു പാട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച, അടുത്ത വെള്ളിയാഴ്ച പാടി കൽപ്പിക്കുമല്ലോ. എന്ത് പാട്ടായാലും മതി. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആശംസകൾ, അഭിനന്ദനങ്ങൾ. വളരെ സന്തോഷമുണ്ട്. ഇനി മഷൂഖ് മജീദ് ഐഡിയിൽ നിന്ന് നമുക്ക് ലൈവ് വരാനുണ്ട് അബുദാബിയിൽ നിന്ന്. അത്രയും സമയം കുട്ടികൾക്ക് പാടുകയും ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. മഷൂഖ് മജീദ് ഐഡിയിൽ നിന്ന് ആരാണെന്ന് നോക്കാം അല്ലേ? അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ അസ്സലാമു. എന്റെ പേര് വഫ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനൊരു പാട്ടാടാം. ശംസായി വാനിൽ തിളങ്ങി നിന്ന് ശംസുൽ ഉലമ പിരിഞ്ഞു പോയി. സ്നേഹത്തിന്റെ ആ നിറദീപം ഇന്നും നമ്മിൽ വെളിച്ചമായി. ശംസായി വാനിൽ തിളങ്ങി നിന്ന് ശംസുൽ ഉലമ പിരിഞ്ഞു പോയി. സ്നേഹത്തിന്റെ ആ നിറദീപം ഇന്നും നമ്മിൽ വെളിച്ചമായി. 4 പതിറ്റാണ്ടോളം തങ്കം പണ്ഡിത തറവാടിൻ കുലപതിയായി. കാദ്യാനികളും നൂതനവാദികളിവർക്ക് മുമ്പ് ധരിച്ചു പോയി. ശംസായി വാനിൽ തിളങ്ങി നിന്ന ശംസുൽ ഉലമ പിരിഞ്ഞു പോയി. സ്നേഹത്തിന്റെ ആ നിറദീപം ഇന്നും നമ്മിൽ വെളിച്ചമായി. സമസ്ത എന്ന പ്രസ്ഥാനത്തെ വളർത്തി വന്ന സാത്വികനായി. അള്ളാന്റെ വലിയും ആരിഫും അങ്ങനെ വിജ്ഞാനത്തിൽ നിറകുടമായി. സമസ്ത എന്ന പ്രസ്ഥാനത്തെ വളർത്തി വന്ന സാത്വികനായി. അള്ളാന്റെ വലിയും ആരിഫും അങ്ങനെ വിജ്ഞാനത്തിൽ നിറകുടമായി. ശംസായി വാനിൽ തിളങ്ങി നിന്ന് ശംസുൽ ഉലമ പിരിഞ്ഞു പോയി. സ്നേഹത്തിന്റെ ആ നിറദീപം ഇന്നും നമ്മൾ വെളിച്ചമായി. ജനനവും ജീവിത മരണവും പോലും വിശ്വാസികൾക്കൊരു അതിശയമായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വാക്യം പാടുകയായി. ജനനവും ജീവിത മരണവും പോലും വിശ്വാസികൾക്കൊരു അതിശയമായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വാക്യം പാടുകയായി. ശംസായി വാനിൽ തിളങ്ങി നിന്ന ശംസുൽ ഉലമ പിരിഞ്ഞു പോയി. സ്നേഹത്തിന്റെ ആ നിറദീപം ഇന്നും നമ്മിൽ വെളിച്ചമായി. ശംസായി വാനിൽ തിളങ്ങി നിന്ന ശംസുൽ ഉലമ പിരിഞ്ഞു പോയി. സ്നേഹത്തിന്റെ ആ നിറദീപം ഇന്നും നമ്മിൽ വെളിച്ചമായി. എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഫാമോള് വളരെ മനോഹരമായ ഒരു പാട്ട് പാടി. പ്രത്യേകിച്ച് ആ പാട്ടിന് പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മളൊക്കെ
മോളൊന്നും ഒരു കാരണവശാലും ചിത്രം അല്ലാതെ കണ്ടിട്ടില്ല. എന്തായാലും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നമ്മൾ ആദരിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന മഹാനായ ശംസുലമയെ കുറിച്ചില്ലേ? ശംസായി വാനിൽ തിളങ്ങി നിന്ന ശംസുലുലമ പിരിഞ്ഞു പോയി. വളരെ മനോഹരമായൊരു പാട്ട്. നമ്മൾ പറഞ്ഞ പോലെ മോക്കും കുടുംബത്തിനും അതുപോലെ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയാണ്. പ്രത്യേകമായി നമുക്ക് ദുആ ചെയ്യാൻ കഴിയും ആ മഹാന്മാരുടെ, നമ്മുടെ ഇവിടെ അനുസ്മരിക്കുന്ന മഹാന്മാരുടെയൊക്കെ അവരുടെയൊക്കെ ഒരു ഫൈദും ബറക്കത്തുമൊക്കെ നിങ്ങളുടെ പഠനത്തിനും പരീക്ഷയിലും എല്ലാ കാര്യങ്ങളിലും നല്ല ബുദ്ധിയുള്ള, നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ള, നല്ല ഓർമ്മശക്തിയുള്ള, എല്ലാവരെ കൊണ്ട് നല്ല മോളാണ്, നല്ല മോനാണ് എന്ന് പറയിപ്പിക്കുന്ന നല്ല കുട്ടികളായി അള്ളാഹു കുഞ്ഞുങ്ങളെയൊക്കെ, കുട്ടികളെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾക്ക്, ബന്ധുക്കൾക്ക്, കുടുംബത്തിനൊക്കെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന നല്ല മക്കളാക്കി അള്ളാഹു വളർത്തി തെരുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. എല്ലാ വിഷയങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്ലാമിൻ സുസ്ഥിരമായിട്ടുള്ള മഹൽ പ്രസ്ഥാനം അഭിവന്യ പണ്ഡിതന്മാർ പാലും തേനും നൽകി അജപായി പോറ്റിയെടുത്തൊരു പ്രസ്ഥാനം. പണ്ഡിതവര്യവരക്കൽ മുല്ലക്കോയത്തങ്ങൾ വിത്തിട്ട് പരിശുദ്ധതയുടെ പൂവുകളായിരം പരിസരമെങ്ങും മുട്ടിട്ട് സൗമ്യ സരോവര ബാഫയ്ക്ക് തങ്ങൾ കോയമ തങ്ങൾ മുന്നിട്ട് സുന്നികൾക്കായി ഉന്നതമായ പ്രസ്ഥാനത്തിന് പേരിട്ട് പൊങ്ങി ഈ കേരളമെങ്ങും തിങ്ങി സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്ലാമിൻ സുസ്ഥിരമായിട്ടുള്ള മഹൽ പ്രസ്ഥാനം അഭിവന്യ പണ്ഡിതന്മാർ പാലും തേനും നൽകി അജപായി പോറ്റിയെടുത്തൊരു പ്രസ്ഥാനം. കെ ഹസൻ മുസ്ലിയാർ എന്ന പണ്ഡിത ശ്രേഷ്ഠ ശിരോമണിയും ഈണമിലാട്ടി താലോലിച്ചു കണ്ണിയെത്തുന്നുസ്താദും കോട്ടുമലയും ചാപ്പനങ്ങാടിയും ചേർച്ച പൊരുളുകൾ നൽകിയിട്ട് കോട്ടമതില്ല സമസ്ത നമ്മുടെ പൂമരമായി കൽബിലെ വീശി പുതുപരിമളമെങ്ങും പൂശി സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്ലാമിൻ സുസ്ഥിരമായിട്ടുള്ള മഹൽ പ്രസ്ഥാനം അഭിവന്യ പണ്ഡിതന്മാർ പാലും തേനും നൽകി അജപായി പോറ്റിയെടുത്തൊരു പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്ലാമിൻ സുസ്ഥിരമായിട്ടുള്ള മഹൽ പ്രസ്ഥാനം അഭിവന്യ പണ്ഡിതന്മാർ പാലും തേനും നൽകി അജപായി പോറ്റിയെടുത്തൊരു പ്രസ്ഥാനം. കുരുന്നകൂട്ടത്തില് ഒരു ചെറിയ കുട്ടി അല്ലാത്ത ഒരു വലിയ കുട്ടി പാടിയില്ലേ? മാഷാ മബ്രൂക്ക്, അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷമുണ്ട്. ഇസ്മായിലിന്റെ എന്താ പേര് പറഞ്ഞില്ല, കുഞ്ഞുമ്മാടെ മകനാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന രീതിയിൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. മുഹ്സിനാണല്ലേ? പാട്ടില് അഭിവന്യ എന്നുള്ള പദം വാക്കുകൾ ഞാൻ കേൾക്കാം. ഞാനത് വിമർശിക്കുകയല്ല, അതിന് അഭിപ്രായം പറയുകയല്ല.
അഭിവന്യ എന്ന് പറയരുത് കേട്ടോ, കാരണം അർത്ഥം മാറും ഒരുപാട്. നമ്മൾ വന്യ, വന്ധ്യ, വന്ധ്യ ഈ മൂന്നും ഒരുപാട് അന്തരമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അവിടെ നല്ല പാട്ടാണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മൾ ഇത്തരം പാട്ടുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. ക്ലാസ് റൂമിൽ ഒഴിവ് സമയത്തൊക്കെ കളിപ്പിക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഒരിക്കൽ പാടി കഴിഞ്ഞാൽ അത് കാലാകാലം നമ്മുടെ ആർക്കൈവിലുണ്ടാവും പലപ്പോഴും. ഏതായാലും വളരെ സന്തോഷമുണ്ട്. റിനു അഫ്ലു, അതുപോലെ വേറെ ആരാണുള്ളത്? അൽതൗഹിദിയോ അല്ലെ, സൈത്തൂൻ 313, ഖൈസ് കോട്ടക്കൽ, എല്ലാവരും ഉണ്ട്. റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ലൈവ് വരുന്നവരെ കുട്ടികൾക്ക് പാടാൻ. ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മൈക്ക് കൈമാറുകയും ചെയ്യാം. റിനു അഫ്ലു മൈക്കിൽ വരാം. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. കേൾക്കണ്ടാ? ഞാൻ അസലാത്തല്ലേ. ഞാൻ സലാമിലും കുറിച്ചൊരു പാട്ട് പാടാ. സലാത്ത് അസ്സലാം പറയണം, അസ്സലായി പറയണം, ഉമ്മ ഉപ്പ കുറിച്ചണം, സോദരക്കും ചെല്ലണം. അസ്സലാം പറയണം, അസ്സലായി പറയണം, ഉമ്മ ഉപ്പ കുറിച്ചണം, സോദരക്കും ചെല്ലണം. അസ്സലാം പറയണം, അന്തസ്സായി പറയണം, കണ്ടുമുട്ടിയാൽ നാം സലാം പറയണം. സലാം കൊണ്ട് ഞാൻ തുടങ്ങണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിനു അഫ്ലു കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? വളരെ നന്നായിട്ടോ. ചിലപ്പോൾ ആളുകൾ കേട്ട ആളുകൾ അത് ഒരു 4 വരിയാണെങ്കിലും ഒരുപാട് വളരെ അർത്ഥപൂർണമായ വരികളാണ്. സലാം കൊണ്ട് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ, ഒരുപാട് ആശയം ഉൾക്കൊള്ളുന്ന നല്ല വരികൾ. അസ്സലാം പറയണം, അസ്സലായി പറയണം. അതായത് സലാം പറയുന്നതിന് ഒരു ഭംഗി ഉണ്ടാവണം. കാരണം നമ്മൾ ഒരാളെ അഭിവാദ്യം ചെയ്യാണ്. അസ്സലാമു അലൈക്കും അങ്ങനെയല്ല സലാം പറയേണ്ടത്, ഒരു ഭംഗിയായിട്ട് മനോഹരമായിട്ട് പറയണം. അതിന് നമ്മൾ പിന്നെ മെമ്പർന്ന് ഖത്തീബ് പറയുന്ന പോലെ അങ്ങനെ നീട്ടി പറയണമെന്നല്ല പറയുന്നത്. എന്നാൽ പോലും സലാം പറയാ വളരെ നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് പറയുന്ന ഒരു ആശംസ, ഒരു അഭിവാദ്യമാണ്. അപ്പൊ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവണം. അതായിരിക്കാം ഒരു പക്ഷേ ആ പാട്ട് എഴുതിയ ആള് ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുപോലെ ഉമ്മ ഉപ്പ എല്ലാവർക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. പഴയ ഇപ്പൊ കുട്ടികളൊക്കെ പറയും. പണ്ടൊന്നും നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ സലാം പറയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ഉമ്മക്കും ഉപ്പക്കൊന്നും സലാം പറയില്ല. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പോവുകയാണെങ്കിൽ സലാം പറയില്ല, തിരിച്ചു വരും. ഇപ്പൊ കുട്ടികളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ അത് പറയുന്നുണ്ട്. നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് മാത്രം പറയാനുള്ള ഒരു കാര്യമായി അങ്ങനെ സലാം പറയുന്നതിനെ കണ്ടിരുന്നു ആൾക്കാർ. അതൊക്കെ വിട്ടു, അതൊക്കെ മാറി. അൽഹംദുലില്ലാ നല്ലൊരു മെസ്സേജ് ഉള്ള, നല്ലൊരു സന്ദേശമുള്ള ഒരു 4 വരിയാണെങ്കിലും റിനു അഫ്ലു പാടിയിട്ടുള്ള പാട്ട് വളരെ നല്ല ഒരു മെസ്സേജ് അതിനകത്തുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ള ഇസ്ലാമിന്റെ അഭിവാദ്യം അത് ഒരുപാട് നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും, സ്നേഹം വർദ്ധിപ്പിക്കുകയും ആളുകളെ തമ്മിൽ മാനസികമായി അടുപ്പിക്കുകയും ഒക്കെ ചെയ്യും. വലിയ പുണ്യമുള്ള വിഷയമാണ്. ഏതായാലും നല്ലൊരു വിഷയം. ഇനി അൽ തൗഹീദി ആണോ അല്ലെങ്കിൽ തൗഹീദി ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഞാൻ ആ ID ഇങ്ങനെ തിരിച്ചു വായിച്ചിരുന്നു തോന്നുന്നു. അൽ തൗഹീദി എന്ന് വായിച്ചിരുന്നു തോന്നുന്നില്ല. തൗഹീദി ആയിരിക്കണം. തൗഹീദി ഒന്ന് മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൊട്ടക്കാട് ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അറിയിക്കണം. ലൈവ് എത്തിയാൽ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ള ലൈവ്. അപ്പം റഹീം നാടുകാണി നിങ്ങൾ അനൗൺസ് ചെയ്യുന്ന ലൈവ് എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രൈവറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ട ലൈവാണോ? അതുപോലെ കൊടുവള്ളി സമ്മേളനത്തിലെ ലൈവൊക്കെ നമുക്ക് പ്രൈവറ്റിൽ റെക്കോർഡ് ചെയ്യായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു ലൈവുകൾ നമ്മൾ അപ്രൂവൽ കൊടുത്തിട്ടുള്ള ലൈവുകളായിരിക്കും വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫിദ ഫാത്തിമ. ഞാൻ പഠിക്കുന്നത് 1ാം ക്ലാസ്സിലാണ്. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മയങ്ങും റൗള കാണാനായി എന്നിൽ കൊതിയേറെയായി
ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മയങ്ങും റൗള കാണാനായി എന്നിൽ കൊതിയേറെയായി ആശയുമായി ഞാനീ പൂവണിക്കു കൊനേ ആശയുമായി ഞാനീ പൂവണിക്കു കൊനേ ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മയങ്ങും റൗള കാണാനായി എന്നിൽ കൊതിയേറെയായി ഖൈറാം തിരുറൗള ഞാൻ കണ്ടില്ല കൽബിൽ നിറഞ്ഞുള്ള ആശ പൂത്തില്ല ഖൈറാം തിരുറൗള ഞാൻ കണ്ടില്ല കൽബിൽ നിറഞ്ഞുള്ള ആശ പൂത്തില്ല എന്റെ ഹബീബിലെ ഞാൻ ചേർന്നില്ല എന്റെ മനമൊട്ടും കുളിർത്തതില്ല എന്റെ ഹബീബിലെ ഞാൻ ചേർന്നില്ല എന്റെ മനമൊട്ടും കുളിർത്തതില്ല എൻ കനവിൽ നബിയെ അരികിൽ വന്നണയൂ തണിയേ എൻ കനവിൽ നബിയെ അരികിൽ വന്നണയൂ തണിയേ ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മയങ്ങും റൗള കാണാനായി എന്നിൽ കൊതിയേറെയായി ഇഷ്കാലെന്റെ കൽബ് പെരുത്തു പേറി ഇഷ്ടം പിന്നെ എന്നെ നോവുമായി മാറി ഇഷ്കാലെന്റെ കൽബ് പെരുത്തു പേറി ഇഷ്ടം പിന്നെ എന്നെ നോവുമായി മാറി ഖൈറിൽ ചേർന്നിടാൻ ആഗ്രഹമേറി കണ്ണിൽ കാണുവാൻ ഇന്നും ഞാൻ തേടി ഖൈറിൽ ചേർന്നിടാൻ ആഗ്രഹമേറി കണ്ണിൽ കാണുവാൻ എന്നും ഞാൻ തേടി എൻ കനവിൽ നബിയെ അരികിൽ വന്നണയൂ തണിയേ എൻ കനവിൽ നബിയെ അരികിൽ വന്നണയൂ തണിയേ ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മയങ്ങും റൗള കാണാനായി എന്നിൽ കൊതിയേറെയായി അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൗഹീദി ഐ ഡി എന്തായിരുന്നു പേര് പറഞ്ഞ് ഞാൻ മറന്നല്ലോ. ഒന്ന് ടെക്സ്റ്റ് ചെയ്യോ? പേരൊന്ന് ടെക്സ്റ്റ് ചെയ്യോ? മൈക്ക് വിട്ടാണല്ലോ അല്ലേ? ഓക്കെ. ഫിദ ഫാത്തിമ മാഷാഅല്ലാഹ് വളരെ മനോഹരമായ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടിന്റെ എന്താ പറയാ, അതിന്റെ ഒരു പാരഡി എന്ന് പറയാം. കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ട് ധാരാളം ആളുകൾ പാടാറുണ്ട്. ഇതിന്റെ ഇത് മറ്റൊരു പാട്ടിന്റെ
അതേ എന്താ പറയാ ട്യൂണിൽ എഴുതിയിട്ടുള്ളൊരു പാട്ടാണ്. റസൂലുള്ളാഹേ എന്ന് പറയുന്ന ഒരു പോപ്പുലർ സോങ് ഉണ്ട്. അതിന്റെ അതേ താഹ റസൂലുള്ളാഹേ എന്ന പാട്ടാണ്. അത് OM കരുവാരെ കൊണ്ട് എഴുതിയൊരു പാട്ടാണ്. തിങ്കൾ ഹബീബുള്ളാഹേ തൈബ പതിയൻ എന്ന് പറഞ്ഞ ആ ഒരു പാട്ട് യഥാർത്ഥത്തില് അതേ ട്യൂണിൽ എഴുതിയപ്പോൾ അതിന്റെ മാസ്റ്റർ ലൈൻ പോലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അങ്ങനെ എഴുതിയതിന് ശരിക്കും ഈ ഇത്തരം പാട്ടുകളെ കുറിച്ച് നമ്മൾ പറയാറില്ല. കാര്യം പാരഡി അതല്ലെങ്കിൽ ഒരു പാട്ടിന്റെ അതേ മാതിരി അതിന്റെ ചെറിയ മാറ്റം വരുത്തിയിട്ട് എഴുതുന്നത് യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ ഇപ്പോ ഫിദാമോള് പാടിയിട്ടുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു പാട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ആ മാസ്റ്റർ ലൈനൊക്കെ അപ്പടി അനുകരിക്കുന്നതിന് പകരം അത് മോളെ കുറ്റമല്ല, അത് എഴുതിയ ആളോടാണ് പറയാനുള്ളത്. ആരാണെങ്കിലും അത് ആ മാസ്റ്റർ ലൈനൊക്കെ സ്വന്തം ഒരു ആശയം വെച്ചിട്ട് അതിനേക്കാൾ നല്ല ഇപ്പൊ താഹ റസൂലുള്ളാഹി എന്നുള്ളതിന് താഹ റസൂലുള്ളാഹി എന്നാക്കിയിട്ട് മാറ്റുന്നതിന് പകരം നല്ലൊരു പാട്ടാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം ഇത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ നേരത്തെ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന്റെ ബാക്കി വരികളും ബാക്കി നന്നായിട്ട് നല്ലൊരു സോങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈവ് എത്തിയിട്ടുണ്ടല്ലേ അഷ്റഫ് കാഞ്ഞങ്ങാട് മസാബ അബുദാബിയിൽ നിന്നുള്ള ലൈവാണ്. ഇനി ബാക്കിയുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് പിന്നീടൊരിക്കൽ നമുക്ക് കുരുന്നുകൂട്ടത്തിൽ പങ്കെടുക്കാം. നമുക്ക് ലൈവിലേക്ക് പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരും കുരുന്നുകൂട്ടത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച വയനാട്